നമസ്തേ, ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയൻറ്റിഫിക് ഫാക്ട്സ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേരളത്തിൽ കനത്ത മഴയുടെ അളവ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കേരളത്തിൽ പെയ്യുന്ന കനത്ത മഴയുടെ ആവൃത്തിയിലും തീവ്രതയിലും വർധനമുണ്ടായിട്ടുണ്ട്. ഇത് നിരവധി ഘടകങ്ങൾ മൂലമാണ് സംഭവിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തേതാണ് കാലാവസ്ഥ വ്യതിയാനം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം ഭൂമിയുടെ ഉപരിതല താപനിലയിൽ ഉണ്ടാകുന്ന ദീർഘകാല വർധനവിനെ ആഗോളതാപനം എന്ന് വിളിക്കുന്നു. പ്രധാനമായും ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അന്തരീക്ഷം ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ഈർപ്പം എത്തുന്നു. ഇത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. അടുത്തതാണ് മൺസൂണിൽ സംഭവിക്കുന്ന വ്യതിയാനം. കേരളത്തിലെ കാലാവസ്ഥയെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഇന്ത്യൻ മൺസൂൺ വർദ്ധിച്ച വ്യതിയാനം കാണിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും പ്രാദേശികമായി സംഭവിക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങളുമാണ് ഈ വർദ്ധിച്ച വ്യതിയാനത്തിന് കാരണം. ഇത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. അടുത്തതാണ് സീ സർഫസ് ടെമ്പറേച്ചർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സീ സർഫസ് ടെമ്പറേച്ചർ വർധനവുണ്ടായിട്ടുണ്ട്. ഇതുമൂലം അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ഈർപ്പമെത്തുന്നു. ഇത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിലെയും ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിലെയും സീ സർഫസ് ടെമ്പറേച്ചർ തമ്മിലുള്ള വ്യത്യാസത്തെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് വിളിക്കുന്നു. ഇത് മൺസൂണിൻ്റെ പാറ്റേണിനെ ബാധിക്കുന്ന ഘടകമാണ്. അടുത്തതാണ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ പാറ്റേണിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടുന്നത് പോലെയുള്ള അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ പാറ്റേണിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഈ പ്രദേശത്തേക്ക് കൂടുതൽ ഈർപ്പം കൊണ്ടുവരുന്നു. ഇത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. അടുത്തതാണ് എക്സ്ട്രീം വെതർ ഈവൻറ്റ്സ്. ആഗോളതലത്തിൽ സംഭവിക്കുന്ന എക്സ്ട്രീം വെതർ ഈവൻസിൻ്റെ ആവൃത്തിയിലും തീവ്രതയിലും കനത്ത വർധനവുണ്ടായിട്ടുണ്ട്. കേരളവും ഇതിന് അപവാദമല്ല. ഭൂമി, അന്തരീക്ഷം, സമുദ്രങ്ങൾ മുതലായവയുടെ സങ്കീർണമായ ഇടപെടലുകൾ മൂലമാണ് എക്സ്ട്രീം വെതർ ഈവൻസ് ഉണ്ടാകുന്നത്. ഇത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. അടുത്ത കാലത്തായി കേരളത്തിൽ പെയ്യുന്ന കനത്ത മഴയുടെ ആവൃത്തിയിലും തീവ്രതയിലും വർധന ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കേരളത്തിൽ പെയ്യുന്ന കനത്ത മഴയുടെ ആവൃത്തിയിലും തീവ്രതയിലും 10 മുതൽ 20% വരെ വർധനവുണ്ടായിട്ടുണ്ടെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. ആഗോള താപനിലയിൽ വർധനവുണ്ടാകുമ്പോൾ കടുത്ത വരൾച്ചയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നു. ഇത് മനുഷ്യൻ്റെ ജീവന് ഭീഷണി ഉയർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.